ഫുഡ് ഇഷ്ടമായോ? ഇഷ്ടമായോ? കൈ മുറിയുതേ മമ്മിയുടെ ഫോണ് പൊടിയായി. എന്റെ ഫോണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓവൻ ക്ലീൻ ആക്കുന്നതിന്റെ ഇടയില് അതിന്റെ ഒരു നല്ല വെയിറ്റ് ഉള്ള ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അത് എന്റെ നേരെ കുത്തി ഫോണിലോട്ട് വീണു. ഫോൺ കൊണ്ട് ചെലന്തി വല പോലെ ആയിട്ടോ. അപ്പൊ അങ്ങനെ ആയിപ്പോയി എന്റെ ഫോൺ. പക്ഷെ സാരില്ല, പക്ഷെ ഇത് വർക്കാവുന്നുണ്ട് പാത്രം. ഞാൻ ആ വീടിലും ഇതെല്ലാം ഇതിന്റെ അവസ്ഥയെല്ലാം കണ്ടപ്പോ മോളില് ഗ്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട ഇത്, എനിക്ക് വേറെ ഫോൺ മതി. അയ്യടാ, എല്ലാം വീട്ടിലുള്ളതായിരിക്കുവേ. പുത്തൻ ഫോൺ അത് പറ്റില്ല, എനിക്ക് പുതിയ ഫോൺ വേണം. എല്ലാവർക്കും എല്ലായിടത്തും അല്ല കേട്ടാ, ചില വീടുകളിൽ ഉണ്ടാവുമായിരിക്കും ഇങ്ങനെ. പെണ്ണുങ്ങളുടെ ഫോൺ പോയി കഴിയുമ്പോഴത്തേക്ക് ആമ്പിള്ള പുതിയ ഫോൺ മേടിച്ചിട്ട് അവര് മേടിച്ചിട്ടിടുന്ന ഫോൺ നമുക്ക് 3 വർഷങ്ങൾക്ക് മുന്നേ മേടിച്ച പുതിയ ഫോണാണ്. എനിക്ക് വേണ്ട, ചെനത് യൂസ് ചെയ്തോ, എന്റെ ഫോണല്ലേ പോയത്. അപ്പൊ ഞാൻ പുതിയൊരു മേടിക്കല്ലോ പൊന്നു. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, ഞാൻ മിന്നുവിന് പുതിയ ഫോൺ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് അൺബോക്സ് ചെയ്യണ്ടേ. നമ്മൾ പുതിയ 16 Pro Max മേടിച്ചു. Pro Max അല്ല, 16 Pro മേടിച്ചിട്ടുണ്ട്. Pro Maxന്റെ ആവശ്യമില്ല നമുക്ക്. വലുതാ ഇത്. നോക്കി, ഇത് ഇപ്പൊ തന്നെ സൈസ് കുറച്ച് വലുതായിട്ട് കേട്ടോ. ഇല്ല, കറക്റ്റ് സൈസ്. എനിക്ക് എന്റെ ഐഫോൺ 11 ആണ് ഇഷ്ടം. എനിക്ക് ആ ഫോൺ ഭയങ്കര ഇഷ്ടം. അത് പക്ഷെ താഴെ വീണ് പോയത് കൊണ്ട് ഇത് നീ എടുത്തോ. എനിക്ക് അതിനാ സ്ലിം ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഫോൺ എനിക്ക്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ മിന്നുവിന് വേണ്ടി മേടിച്ചതാ കേട്ടോ. iPhone 16 Pro ഞാൻ മിന്നുവിന് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചത്, അല്ലാണ്ട് എനിക്ക് വേണ്ടി മേടിച്ചതല്ല. എനിക്ക് എന്റെ ഈ ഫോണിൽ തന്നെ ഞാൻ സന്തുഷ്ടനാണ്. അതായത് ഒരു കൊറ്റവും കുറവും പറയാനില്ലാതെ എന്റെ 13 Pro ആണിത്. അപ്പൊ ഇത് ഞാൻ നിനക്ക് തരില്ല, ഇത് കണ്ട് നീ കൊതിക്കണ്ട കേട്ടാ. ഇത് ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടോ. നോക്കാം ഇനിയിപ്പോ എന്തൊക്കെയാണ്. ഓപ്പൺ ആക്കിയാലോ നമുക്ക്? ഓപ്പൺ ആക്കാം അടിയാമി. ഇവിടെ ഐഫോൺ തുറക്കാൻ അടിയാട്ടോ ഇവിടെ. അങ്ങനെ അല്ലടി തുറക്കണ്ടേ, ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇത് കണ്ടോ. ആ, സീൽ ഓപ്പൺ ഒന്നും അല്ലല്ലോ, തുറക്കല്ലേ. ഇങ്ങനെ അതെ മിന്നുവിന്റെ ഫോണ് സ്വന്തമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം തുറക്ക്. സൂപ്പർ. അതേ പിടിച്ചാ പോക്ക. എന്താ രസം. വെയിറ്റ് കുറവാട്ടോ. ക്യാമറയുടെ വലിപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് മുന്നത്തേനേക്കാളിലും. എൻ്റെ 13 എടുത്തങ്ങോട്ട് മുന്നത്തേനേക്കാളിലും കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ നോക്കുമ്പം ക്യാമറയ്ക്ക് നല്ലോണം വലിപ്പം കൂടിയില്ലേ. ഇച്ചിരി ഇങ്ങനെ പൊക്കി ഞാൻ പിടിച്ചു കുറച്ച് വലിപ്പം കൂടിയില്ലേ. വേറെ വ്യത്യാസമൊന്നുമില്ല ബാക്കിലൊന്നും അല്ലേ. പിന്നെ ഈ ഒരു കറുപ്പ് ഇല്ല, അത് ഇതിനും ഉണ്ടല്ലോ. ഇനി ഏത് പറിച്ചോ, ഇതൊക്കെ കിട്ടി. നശിപ്പിക്കല്ലേ. ഓണാക്കട്ടെ. ഫോണ് ഓണാക്കാനും അറിയത്തില്ല, എന്നാ പിന്നെ ഇതാ. ഇതന്നെ മോനെ ആപ്പിള്, ആരോ കടിച്ച ആപ്പിളാ. അപ്പൊ ഇതേ ഫോൺ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുവാണേ. നോക്കട്ടെ. ഫോൺ അടിപൊളിയാട്ടോ. വെയിറ്റ് ഭയങ്കര കുറവ്, സ്ക്രീൻ വലുതായി. പക്ഷെ എനിക്ക് പേഴ്സണലി ഉണ്ടല്ലോ, ഇത്ര വലിയ ഫോൺ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ എന്റെ 11 എനിക്ക് അതിന്റെ ഒരു വേണ്ട, ഇതിന്റെ ഫ്രണ്ട് കണ്ടോ, നല്ല വ്യത്യാസം. പക്ഷെ അഭി പറഞ്ഞത് സ്ലിം ആണ്, 11 അത്രേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. അതേതാ 16 ആയിരുന്നോ? അല്ലല്ല, ഇപ്പൊ എല്ലാം ഇങ്ങനെ അടി ഇറങ്ങുന്നത്. ഇങ്ങനത്തെ ഈ ബോക്സി ഒരു ഇതാണല്ലേ എക്സ്ട്രാ വന്ന ബട്ടൺ, ആ ക്യാമറ കൺട്രോളിന്റെ ഒക്കെ. അതെ, എക്സ്ട്രാ ബട്ടൺ. പക്ഷെ കുറച്ചും കൂടെ ഒരു ഫിനിഷ് ഉള്ള പോലെ തോന്നുന്നു. ഇത് കുറച്ച് പിടിക്കുമ്പോൾ ഒരു റഫ് സാധനം പിടിക്കുന്ന മീൻസ് ഒരു ഇച്ചിരി കൂടി ഷാർപ്പായി. ഇവിടെയൊക്കെ ഈ ഏരിയക്ക് കുറച്ച് ഷാർപ്പായി ഇതിന്റെ. ഇതിന് വെയിറ്റ് കുറവാണ്. അപ്പൊ എനിക്ക് പുതിയ ഫോൺ കിട്ടി. നിന്റെ കളി തന്നെ. മിന്നുവിന്റെ പഴയ ഫോൺ എനിക്ക് കേട്ടോ. ഇനി മുതല് ഇത് ഞങ്ങളുടെ സാറ്റലൈറ്റ് മാപ്പിന് അല്ലേ. ഇത് മാപ്പായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് മാപ്പ് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ചെറിയ അങ്ങനെ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇനി ഇത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കൈമുറിയും. അതിനകത്ത് കൈമുറിയും. അതിന് മോള് സ്ക്രീൻ കവർ ഒട്ടിച്ചാൽ മതി. പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ഞാനും അമ്മയൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ക്ലിപ്പൊക്കെ എടുക്കാനായിട്ടേ ഇതാ നല്ലത്. എനിക്ക് ഇച്ചിരി വീഡിയോസ് എടുക്കാനായിട്ടേ.
അപ്പൊ ഇങ്ങനത്തെ ഇച്ചിരി നല്ലൊരു ഫോൺ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതേ ഫോണ് നമ്മൾ സെറ്റപ്പ് ആക്കാൻ വെച്ചിട്ടുള്ള 3 മണിക്കൂറാണ് പറയുന്നത്. 3 ഇപ്പൊ 2 hours ആയി. ഇപ്പൊ കുറഞ്ഞ 2 hours സമയം എടുക്കും. മിന്നുവിന്റെ പഴയ ഫോട്ടോസും എല്ലാം ഫോട്ടോസ് കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തേക്ക് ആവും. പുതിയ ഫോണാണ്, സൂക്ഷിച്ചും കൈകാര്യം ചെയ്തോണം. അബൌട്ട് 1 hour. ഇനി എവിടെ കൊണ്ടുപോകില്ല, ഞാൻ എവിടെ വെക്കൂല. അത് ആദ്യം ഒരു ഫോൺ കിട്ടിക്കഴിയുമ്പോ കുറച്ചാൾ അങ്ങനെ ആയിരിക്കും. എന്റെ ഫോൺ തരും, ഇതിന്റെ തട്ട് താന്നെ ഇരിക്കട്ടെ. ഏത് ഫോൺ വന്നാലും ഇതാന്ന് തോന്നുന്നു അല്ലേ അപ്ഡേറ്റ് വന്നത്. അതായത് ഫോൺ ഇറങ്ങിയതിൽ വലിയ കുഴപ്പമില്ലാതെ പോയത്. 14, 15 ഒക്കെ വന്നപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. ഈ പറഞ്ഞ 15 വലിയ കുഴപ്പമില്ലായിരുന്നു. 16 പ്രശ്നം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഫോൺ പോയതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് മേടിച്ചതാ. മിന്നൊരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ ഫോൺ മേടിക്കാൻ. അവിടെ വെച്ചോ? നല്ല രസമുണ്ട്, കണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. ഈ കളർ ഞാൻ സെലക്ട് ചെയ്തതാണ്. കളർ ഞാൻ വൈറ്റ് കളർ ആയിരുന്നു സെലക്ട് ചെയ്തത്. മിന്നു സെലക്ട് ചെയ്തത് ഡെസേർട്ട് ടൈറ്റാനിയം. കുഴപ്പമില്ല, രസമാണ്. ഞാൻ ഇത്രയും ഭംഗി ഉണ്ടാവും വിചാരിച്ചില്ല, പക്ഷെ രസമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഫോണ് ഡിസംബറിൽ എനിക്ക് മിന്നുവിന് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ക്രിസ്മസിന്റെ ഡേറ്റ് നമ്മളിപ്പോ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ മിന്നുവിന്റെ ഫോൺ അതിനു മുന്നേ പൊട്ടിപ്പോയി. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു നേരത്തെ അങ്ങ് ഓപ്പൺ ആക്കിയേക്കാന്ന്. പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഞാൻ, ഇതിനുള്ളിൽ ഉണ്ടായിരുന്നേന്. അപ്പൊ നമ്മുടെ ആമിക്കുട്ടി ഭയങ്കര പ്രശ്നമാക്കുന്നു. അവർക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമ്മളൊരു ഗിഫ്റ്റ് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവാ. നോക്ക് ഇതിനുള്ളിൽ എന്താ നോക്ക്. അതിനിടെ ടോർച്ച് അടിച്ച് നോക്കാൻ പോയി. ഓപ്പൺ ചെയ്യുവാണേ അമ്മ, ടോർച്ച് അവിടെ വെക്കടി. ഇത് ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അമ്മ ഓപ്പൺ ചെയ്യുവാണേ. അത് ഞാൻ ഓഫ് ആക്കാം. നീ ഗിഫ്റ്റ് നോക്ക്. നീ എടി ഗിഫ്റ്റ് നോക്കടി. നിനക്ക് ഫോൺ എടി. അതെങ്ങനെ? അത് കുഞ്ഞല്ലേ എടി ഗിഫ്റ്റ് ഓപ്പൺ ആക്കടി. ലെറ്റ്സ് ഓപ്പൺ. ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ശ്രദ്ധ വരുന്നത് അല്ലേ ബാബേ? എനിക്ക് അങ്ങനെ കീറിയത് എടുക്കുന്ന ഇഷ്ടമില്ല. എനിക്ക് ഗിഫ്റ്റ് കവറൊക്കെ സൂക്ഷിച്ചു വെക്കണം. എന്ത് കാണിക്കാൻ? എനിക്ക് അങ്ങനത്തെ ഒരു സൈക്കോ സ്വഭാവമുണ്ട്. ഓ മൈ ഗോഡ് ആമി, ലുക്ക് അറ്റ് ദിസ്. വൗ, ഇതാ ആമിക്ക് ഫോണ്. സൂപ്പർ. ഓപ്പൺ ആക്ക്. ഓപ്പൺ ആക്കട്ടെ മോനെ. ആമിക്ക് ഇങ്ങനത്തെ ഫോണ് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ. നോക്കട്ടെ, അത് നോക്കട്ടെ. ബാറ്ററി ഇടണ്ടേ? ബാറ്ററി ഇടണം. ബാറ്ററി ഇട്ടിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നോക്കട്ടെ. ബാറ്ററി. ഹലോ ചെടി ആമി. ഹലോ, സുഖാണെന്ന് വെച്ച് കൊഞ്ചലേ. അപ്പൊ ഇത് എല്ലാവർക്കും ഫോണായേ. ഇഷ്ടം പോലെ ഫോണായി. ആമിക്ക് ഫോണ്, പപ്പയ്ക്ക് ഫോണ്, മമ്മിക്ക് ഫോണ്. ഞാൻ പുതിയൊരു ലെൻസ് മേടിച്ചു. സിഗ്മയുടെ അടിപൊളി ലെൻസ് ആട്ടോ. ഇതിന് കുറച്ച് പൈസയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫോണ് വേണ്ട. അല്ലേ മിന്നു? എല്ലാം കൂടെ ആയാൽ ശരിയാവില്ലേ? അടിപൊളി ലെൻസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ലെൻസ്. ക്യാമറ മേടിച്ചിട്ട് ഒരു ലെൻസ് തപ്പി ഞാൻ നടക്കാണെങ്കിൽ കുറേ കാലമായിരുന്നു. അത് ഇപ്പോൾ ഒത്തു കിട്ടിയിട്ട് അടിപൊളി ലെൻസായത്. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും സൂപ്പർ ലെൻസ്. ഹലോ ഹലോ ഹലോ. അവിടെ ഫോണിൽ തുടങ്ങിയ എന്നെ അടി. നീ ആരെ വിളിക്കുന്നേ ആമി? ബോയ് ഫ്രണ്ടിനെ വിളിക്കുവാണോ നീ? ബോയ് ഫ്രണ്ടാ? പാട്ടൊക്കെ ഉണ്ടോടി ആമി നിന്റെ ഫോണില്? വിളിക്കുവാണേ. നാട്ടിൽ നിന്ന് ചേച്ചി വിളിക്കുന്നുണ്ടോ നോക്കിയേ. ഹലോ, ചേച്ചിയാണോ ചോദിച്ചാ മോനെ? ചേച്ചിയാണോ ചേച്ചി? അതിന്റെ പരിപ്പിന്ന് തന്നെ എടുക്കും തോന്നുന്നു. എടി വിളിച്ചേടി. ഹലോ, ചേച്ചിയാണോ? അവളെ ഇനി എവിടുന്ന് ഇറങ്ങി വന്ന് നോക്കി കണ്ടുപിടിച്ചിട്ടേ അവൾ അടങ്ങുള്ളൂ. ഐഫോണിന്റെ ഞാൻ ഇത് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ ഈ ട്യൂണ്. അപ്പൊ എങ്ങനെയുണ്ട് ഫോൺ? എങ്ങനെയുണ്ട് ഫോൺ? അടിപൊളി. ഫോണിലേക്ക് നമ്മൾ ഫുള്ള് സെറ്റപ്പ് സംഭവമൊക്കെ ചെയ്തു കേട്ടോ. ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് അങ്ങനെ ഇതാ നിനക്ക് തന്നിരിക്കുകയാണ് ഫോണ്. അപ്പോൾ ഇന്ന് മിന്നുവിൻ്റെ വക ചിലവുണ്ട്. നമ്മളിപ്പോൾ ഒരു ടൗണിൽ വന്നേക്കുവാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെ. എടി ആമി എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എടി?
ഈ ഒരു നല്ല രസമില്ലേ? എന്ത് രസമല്ലേ കളർഫുൾ ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് അടി ടൗണിലോട്ട് വരണേ. ആ ഒരു ഇച്ചിരി ഫോഗ് ഉള്ള പോലെ ഉണ്ട് അല്ലേ? ഫുള്ള് നല്ല രസമുണ്ട്. ആ ക്രിസ്മസ് ട്രീ നോക്കിയേ. ഇതൊരു ചെറിയ ടൗൺ ആട്ടോ, പക്ഷെ നല്ല രസമില്ലേ? നല്ല പഴയ ഫുള്ള് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരായിരിക്കണം ഇവിടെ മൊത്തം. അല്ലാതെ ഇത്ര ഭംഗിയായിട്ട് ചെയ്യൂല. ഇത് നോക്കി എന്ത് രസം നോക്കി ഈ ഒരു സ്ട്രീറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ മറ്റേ ഉറൂസിനൊക്കെ പോയ പോലെ ഉണ്ട് അല്ലേ? നമ്മുടെ അങ്ങോട്ടുള്ള ടൗണിൽ ഇത്രയും ഡെക്കറേഷൻസ് ഇല്ല, ഡെക്കറേഷൻസ് കുറവാണ്. അപ്പോൾ ഇന്ന് മിന്നുവിൻ്റെ വക ചിലവുണ്ട്. എന്തായാലും ചിലവാ. പുതിയ ഫോൺ മേടിച്ചില്ലേ, അപ്പോൾ ഇതിൻ്റെ ഫുള്ള് സെറ്റപ്പൊക്കെ ചെയ്തു കിട്ടും. നമ്മൾ ഫോണിലേക്ക് എല്ലാ സംഭവവും മാറ്റി മിന്നുവിൻ്റെ പഴയ ഫോണിൽ എങ്ങനെയാണോ ആ സെറ്റപ്പൊക്കെ ഇതിനകത്തേക്ക് മാറ്റി. ഇന്ന് സന്തോഷമായില്ലേ? അപ്പോൾ മിന്നു എനിക്ക് ഇന്ന് ഫുഡ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. നല്ല കിഴിപ്പൊറോട്ടൊക്കെ കിട്ടുന്നു. ഇവിടെ താഴെയിട്ട് പൊട്ടിക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും കുറച്ച് നേരം ഇതിലേക്ക് നടന്നിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തണുപ്പ് കാരണം ഞങ്ങൾക്ക് അധികം നടക്കാനുള്ള ത്രാണിയില്ല അല്ലേ? ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മിന്നുവിൻ്റെ ഐഫോണിലാട്ടോ. എങ്ങനെയുണ്ട് വിഷ്വൽ? എങ്ങനെയുണ്ട്? നേരത്തെ എൻ്റെ DJI ക്യാമറയിലായിരുന്നു, ഇപ്പം ഐഫോണിലാണ്. രസമുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ, നമ്മളല്ല പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ തൊട്ടടുത്ത് കേട്ടോ ഒരു കേരള ഹോട്ടലാണ്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതുള്ളൂ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കിഴി പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്, മട്ടൻ കിഴി പൊറോട്ട. പിന്നെ ചിക്കൻ ബിരിയാണി. എങ്ങനെയുണ്ട് ചിക്കൻ ബിരിയാണി? കൊള്ളാമോ? കഴിച്ചതിന് നീ? നല്ല മണമല്ലേ? പിന്നെ നാട്ടിൽ ഇതേപോലത്തെ റൈസും കാര്യങ്ങളൊക്കെ കേട്ടോ അല്ലേ? ഞാൻ കുറച്ച് കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് നമ്മുടെ ഇത് കണ്ടോ, യുണൈറ്റഡ് കൊച്ചി കേട്ടോ. ഇനിയിപ്പം നമ്മൾ കിഴി പൊറോട്ട ഓപ്പൺ ആക്കാൻ പോവാം. പപ്പ തിന്നാൻ പോകുന്നു. ആമി ഇവിടെ തിന്നാൻ തുടങ്ങിയിട്ട്. ആമിക്ക് ഇഷ്ടായ? ആമി ഇഷ്ടായ? അത് വേണോ? അതും വേണം പപ്പ. അച്ഛന് കൊടുക്കൂ കുഞ്ഞിന്. ഇപ്പം കിഴി പൊറോട്ട കഴിച്ചോണ്ടിരിക്കട്ടോ. അടിപൊളി സാധനം. നീ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ ആമി? ഫുഡ് ഇഷ്ടമായോ? ഇഷ്ടമായോ? ടേസ്റ്റ് ഉണ്ടോ? മമ്മി കഴിച്ചോ? മമ്മിയോട് ചോദിക്കാൻ. മമ്മി കഴിക്കുന്നുണ്ടല്ലോ. മമ്മി ഇത് കിഴിപ്പൊറോട്ട കഴിക്കുക. നിനക്ക് വേണ്ടേ? വേണ്ട? മീമി കഴിക്കണോ? മീമി അല്ലത്, അത് ചിക്കനാ. ചിക്കൻ മമ്മ. ചിക്കൻ ബിരിയാണി. മട്ടൺ അല്ലടി, ചിക്കൻ ബിരിയാണി. പറഞ്ഞേ മട്ടൺ അല്ലെന്നേ. അവളെ പെണ്ണടിയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയല്ലേ കിടക്കുന്നത്, ഞങ്ങളങ്ങ് പോവാ കേട്ടോ. സ്ട്രീറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല കളർഫുള്ളാണ് കേട്ടോ. ഒരു ദിവസം പകൽ വരണം ഇവിടെ. ഇവിടുത്തെ വീടിൻ്റെ വിലയൊക്കെ നോക്കിയേ. 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, 6 ലക്ഷം, 6 ലക്ഷം എന്ന് പറയുമ്പോൾ 3 കോടികളാട്ടോ. നാട്ടിലെ കോടിക്കണക്കാണ്. ഇത് 4 ബെഡ്റൂമിന് 4 ലക്ഷം. പക്ഷെ അതിന്റെ ഏരിയ നോക്കിയാൽ വലിയ ഗ്രൗണ്ട് പോലെ ഏരിയ ഉണ്ട് കേട്ടോ. ഓക്കെ അത് മൊത്തം ആ വീടിന് ആ ഒരു ഏരിയക്കുള്ള പാർക്കല്ലേ ഇത്. ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. 6 ലക്ഷം 6 കോടി രൂപയാണ്. ഡിറ്റാച്ച്ഡ് അത്, ഡിറ്റാച്ച്ഡ് ഫാമിലി ഹൗസ്. പഠിച്ചാലോ നമുക്കത്. അതിന് മറ്റേ ഇതൊക്കെ ഉണ്ടടി, മറ്റേ എന്താ പറയുക, ഗ്യാരേജൊക്കെ ഉണ്ട്. ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ല. അതിൽ പൈസ ഇല്ലാത്തതാണോ നമ്മൾ മേടിക്കാത്തതാണോ? പിന്നെ ഇപ്പം നല്ല തണുപ്പാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. താക്കോൽ ഞാൻ തപ്പാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. നല്ല തണുപ്പ്. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നമ്മൾ വണ്ടി കയറി ഹീറ്റർ ഇട്ടു കേട്ടോ. നല്ല തണുപ്പാണ് പുറത്തെ കാലാവസ്ഥ. ഇപ്പം സമയം എത്ര? 8 മണി 8:30 ആയി. നല്ല ഇരുട്ടും വെട്ടവും കാര്യങ്ങളല്ല. ഇരുട്ടും വെട്ടം ഞാൻ എന്തുവാടി പറയുന്നേ? നല്ല രസമുണ്ട് കേട്ടോ. ഒരു ദിവസം രാവിലെ വരണം ഈ ടൗണില്. പക്ഷെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ കളർഫുൾ ആണ്. മാൽബ്രോ എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ കൂടെ ഉണ്ട് കേട്ടോ. അത് അടിപൊളി ടൗണാണ്. അവിടെ എല്ലാം ഒന്ന് ഈ പോണം. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചു. മിന്നുവിന്റെ വക ഇന്ന് ചെലവായിരുന്നു. അടിപൊളി ഫുഡാണ്.
നമ്മുടെ ഇവിടെ സ്വിൻഡൻ തന്നെ കേട്ടോ, തൊട്ടടുത്ത സ്വിൻഡൻ അവിടെ ഇവിടെ ടൗൺ സെന്റർ അല്ല. ഒരു മലയാളി ഷോപ്പിൽ പോയി നമ്മൾ കഴിക്കുന്നത്. ആ ഇപ്പൊ ഇത് വേറെ കാര്യം, ഇവിടെ സ്വിൻഡനില് മലയാളി ഷോപ്പായി, പിന്നെന്താ മലയാളി തന്നെ കേരള ഹോട്ടലായി, കേരള ഷോപ്പായി, ഇപ്പൊ എല്ലാം ഒരുവിധം. പിന്നെ മലയാളി ചർച്ച ഉണ്ട്, പിന്നെ മലയാളി സ്കൂളില്ലല്ലേ. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും മലയാളി സ്കൂളും അതും ഇതും എല്ലാം മലയാളികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് നേരെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഫുഡ് കഴിച്ചത് ഒന്ന് നമ്മുടെ ടിഫിൻ ബോക്സിൽ പോയപ്പോഴായിരുന്നു. ഷെഫ് ജോമോൻ ചേട്ടന്റെ ഫുഡിന്റെ അവിടെ എന്റെ നാക്ക് ഇങ്ങനെ വല്ലാണ്ട് കൊളയുന്നടി. കേരള ഹട്ടിൽ പോയപ്പോഴും നല്ല ഫുഡായിരുന്നു. ഈ 2 ഹോട്ടലും പിന്നെ ഇത് 3ാമത്തെ ഹോട്ടലാട്ടോ. വേറെ എവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ നല്ല ഫുഡ് കിട്ടിയിട്ടില്ല. അത് വേറെ കാര്യം. 2 കേരള ഹോട്ടൽ ഇതേ ഉള്ളൂ. പിന്നെ വേറെ മറ്റേ ശരവണ ഭവനും പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന മറ്റേ അവിടെ എല്ലാം പോയി. പക്ഷെ അവിടുത്തെ ഫുഡ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് നോൺ വെജ് അല്ല, വെജ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇത് നോൺ വെജ് ആണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതെ, ബട്ടർ നാനൊക്കെ ഒരു മുക്തി കിട്ടിയില്ല. ബട്ടർ നാനും ബട്ടർ ചിക്കനും. അപ്പൊ ഇനി വളവള പറയുന്നില്ല. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചത് വീട്ടിലെത്തി. ഇനിയിപ്പോ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ്. അപ്പൊ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോൺ അൺബോക്സ് ചെയ്തു. മിന്നു ഭയങ്കര സന്തോഷമായി. മിന്നു പറയുന്നത് ലൈഫിൽ ഏറ്റവും ഏറ്റവും പ്രൈസ് കൂടിയ ഗിഫ്റ്റ് മിന്നുവിന് കിട്ടിയെന്ന് പറയുന്നത്. പക്ഷെ വില കൂടി പറഞ്ഞാൽ വില മതിക്കാനാവാത്ത പറഞ്ഞ് താഴെ കൂടെ ഉരുണ്ട് മരുന്നത് അവള് കാണുന്നില്ല. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ. അതായത് നമ്മള് 15 years ആയിട്ട് അബി എനിക്ക് ആദ്യമായിട്ട് തന്നെ എക്സ്പെൻസീവ് ഗിഫ്റ്റ് എന്നാ ഞാൻ പറഞ്ഞത്. അതല്ലേ പറഞ്ഞേ, എക്സ്പെൻസീവ് പ്രൈസ്ലെസ് ഗിഫ്റ്റ് അല്ലേ നിന്റെ താഴെ കൂടെ ഉരുണ്ട് നടക്കുന്നത്. അതെ, അതവള് മറന്നുപോയി. അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അവരോട് വേണം ഇപ്പൊ എനിക്ക് അതിനുള്ള ത്രാണി. അതെ, അപ്പൊ ഇന്ന് ആമി റെഡി ആയിട്ടില്ല, ഞങ്ങളും മനസ്സുകൊണ്ട് റെഡി ആയിട്ടില്ല. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. പിന്നെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങള് ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രസവും ഇല്ല. തണുപ്പും ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളെല്ലാവരും പനിയും പിടിച്ച് ആകെ സൈഡായിട്ട് ഇരിക്കുകയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. നിങ്ങളൊക്കെ വന്ന് ഉഷാറായിട്ട് 2-3 കമന്റ് ഒക്കെ ഇട്ട് നിങ്ങളും ഉറങ്ങിയ പോലെ ആണല്ലോ. അതെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റന്നാളോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.